മണലാരണ്യത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ നാടുവിടുമ്പോൾ അവരെ കാത്തിരിക്കുന്ന നിരവധി പേർ നാട്ടിലുണ്ട്. അവർക്കിടയിലേക്ക് ഒരു പെട്ടിയിൽ കയറി ജീവനറ്റ ആ ശരീരം എത്തുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കുന്ന കാഴ്ചയല്ല. ഓരോ പ്രവാസിക്കും തൻ്റെ അനുഭവങ്ങൾ വറുതിയുടെ കാലമാണ്. കുവൈറ്റിലെ ദുരന്തം നടന്ന ഫ്ളാറ്റിൽ ഏകദേശം 200 ജോലിക്കാരാണ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നത്. സാധാരണക്കാരായ ജീവനക്കാരായിരുന്നു അതിലെ താമസക്കാർ. ഇത്രയും പേരെ ലേബർ ക്യാമ്പിലെന്ന പോലെ കുത്തിനിറച്ച് പാർപ്പിച്ചതിനെതിരെ അന്വേഷണവും വ്യാപകമായ പ്രതിഷേധവും NBTC എന്ന കമ്പനി നേരിടുന്നുണ്ട്. കെട്ടിടം നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ NBTC അടക്കം കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് കുവൈറ്റിൽ നിന്നും വരുന്ന വാർത്തകൾ. അതും മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി തന്നെ. പ്രവാസ ജീവിതത്തിന്റെ ദുരിതത്തിന്റെ നേർചിത്രമായി മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞുപോയ നോവലാണ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. ബ്ലസ്സിയും പൃഥ്വിരാജും ചേർന്ന് നോവൽ അതേ വൈകാരികതയിൽ സിനിമയാക്കിയപ്പോൾ മലയാളി ഒരിക്കൽ കൂടി പ്രവാസ ദുരിതങ്ങളുടെ വേദനയെ അറിയുകയായിരുന്നു. രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു ആടുജീവിതം. മലയാളത്തിൽ നിന്നും 150 കോടി ക്ലബിൽ കയറി സിനിമ വാണിജ്യപരമായും കലാപരമായും വലിയ വിജയവും ശ്രദ്ധയും നേടുകയുണ്ടായി. വലിയ ക്യാൻവാസിൽ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് രൂപപ്പെട്ട ഈ ചലച്ചിത്രം യാഥാർത്ഥ്യമാക്കുന്നതിൽ KG എബ്രഹാം എന്ന ബിസിനസ്സുകാരൻ്റെ പങ്കും വളരെ വലുതായിരുന്നു. സിനിമയുടെ നിർമ്മാതാക്കളിൽ പ്രധാനിയായിരുന്നു NBTCയുടെ ഉടമ കൂടിയായ എബ്രഹാം. മിഡിൽ ഈസ്റ്റിലും കേരളത്തിലും ഒരുപോലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ KG എബ്രഹാം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നതും പ്രവാസ ജീവിതത്തിൻ്റെ പേരിൽ തന്നെയാണ്. കുവൈറ്റിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള 50 പേരുടെ നീചമായ മരണത്തിന് പിന്നിലെ ദുരന്തത്തിൻ്റെ പേരിലാണ്. എബ്രഹാം പാർട്ണറും മാനേജിംഗ് ഡയറക്ടറുമായ NBTCയുടെ കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ ദുരന്തമാണ് അദ്ദേഹത്തെ വീണ്ടും വാർത്തകളിലേക്ക് വലിച്ചിഴച്ചത്. കമ്പനി വാടകയ്ക്കെടുത്തായിരുന്നു 6 നില അപ്പാർട്ട്മെന്റിൽ ഇവരെ താമസിപ്പിച്ചത്. ദുരന്തത്തിന് പിന്നാലെ കുവൈറ്റ് അധികൃതർ ആരോപിച്ചത് കമ്പനി അധികൃതരുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹമാണ് ദുരന്തം വരുത്തിവെച്ചതെന്നായിരുന്നു. 1977 സ്ഥാപിതമായ NBTC നിലവിൽ കുവൈറ്റ്, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ അവരുടെ ബിസിനസ്സുമായി സജീവമായ കമ്പനിയാണ്. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ലോജിസ്റ്റിക്സ്, ഹോട്ടൽ ശൃംഖലകൾ എന്നിവയാണ് NBTCയുടെ പ്രധാന ബിസിനസ്സുകൾ. NBTCക്ക് പുറമെ KG ഗ്രൂപ്പിന്റെ നേതൃത്വവും എബ്രഹാമിനുണ്ട്. KG ഗ്രൂപ്പാണ് ആടുജീവിതത്തിന്റെ സഹനിർമ്മാതാക്കൾ. പത്തനംതിട്ട ജില്ലയിലെ നിരണമാണ് KG എബ്രഹാമിന്റെ സ്വദേശം. മിഡിൽ ഈസ്റ്റിലെ വിജയികളായ മലയാളി ബിസിനസ്സുകാരിൽ പ്രമുഖനാണ് കാട്ടുനിലത്ത് ഗീവർഗീസ് എന്ന KG എബ്രഹാം. കുടുംബത്തിലെ 7 മക്കളിൽ മൂന്നാമനായ എബ്രഹാം 1976 കുവൈറ്റിൽ വന്നിറങ്ങുന്നത്. അന്ന് പ്രായം വെറും 22 വയസ്സ് മാത്രം. സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായിട്ടായിരുന്നു വലിയ സ്വപ്നങ്ങൾ പണിയാൻ വേണ്ടി 48 കൊല്ലങ്ങൾക്ക് മുമ്പ് മണലാരണ്യത്തിൽ അന്നത്തെ ആ ചെറുപ്പക്കാരൻ ജീവിതം തുടങ്ങുന്നത്. വെറും 16 ദിനാറുകൾ ശമ്പളത്തിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് എബ്രഹാം ആദ്യമായി ജോലി തുടങ്ങുന്നത്. 7 വർഷം അവിടെ ജോലി ചെയ്തു. കയ്യിലുണ്ടായിരുന്ന 4000 ദിനാർ മൂലധനവുമായി നാസർ മുഹമ്മദ് അൽ ബദാഹ് ആൻഡ് പാർട്ണർ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി എന്ന NBTCയിൽ എബ്രഹാം പാർട്ണർ ആവുകയായിരുന്നു. കുവൈറ്റിൽ ചെറുകിട സിവിൽ കൺസ്ട്രക്ഷൻ ജോലികൾ ഏറ്റെടുത്താണ് കമ്പനി അവരുടെ യാത്ര തുടങ്ങിയത്. 1990കളിലെ കുവൈറ്റ് യുദ്ധമാണ് എബ്രഹാമിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായതെന്നാണ് പറയുന്നത്. യുദ്ധം തുടങ്ങുന്ന ഓഗസ്റ്റ് മാസത്തിൽ എബ്രഹാം അവധിക്ക് നാട്ടിലായിരുന്നു. യുദ്ധം അവസാനിച്ച് 1 മാസത്തിന് ശേഷം 1991 മെയ്യിലാണ് എബ്രഹാം തിരിച്ച് കുവൈറ്റിലെത്തുന്നത്. യുദ്ധാനന്തര അതിജീവനത്തിനായി പരിശ്രമിക്കുന്ന കുവൈറ്റിൽ എബ്രഹാമും ഒരു നിക്ഷേപകനായി മാറുകയായിരുന്നു. അതോടെ NBTCയുടെ വളർച്ച അവിടെ മുതൽ വേഗത്തിലാവുകയും ചെയ്തു. കമ്പനി കുവൈറ്റിനും അപ്പുറത്തേക്ക് വളർന്നു. നിർമ്മാണ മേഖലയിൽ നിന്നും എണ്ണ, വാതക മേഖലകളിലേക്കും NBTC അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. 90 ജോലിക്കാരുമായി തുടങ്ങിയ കമ്പനി മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി മാറി. അതിൻ്റെ ജീവനക്കാരുടെ എണ്ണം 90-ൽ നിന്നും 15,000-ലധികമായി ഉയരുകയും ചെയ്തു. കേരളത്തിലെ എബ്രഹാമിൻ്റെ വിലാസം സിനിമാ നിർമ്മാതാവ്, ഹോട്ടൽ വ്യവസായി എന്നീ നിലകളിലാണ്. കൊച്ചിയിലെ പ്രശസ്തമായ പഞ്ചനക്ഷത്ര ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ എബ്രഹാമിന് പങ്കാളിത്തവുമുണ്ട്. മാത്രമല്ല കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും എബ്രഹാമിൻ്റെ പേര് വലിച്ചിഴച്ചിട്ടുണ്ട്. 2007 കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന TU കുരുളയുടെ രാജിയിലേക്ക് കാര്യങ്ങളെത്തിയ വിവാദമായിരുന്നു അത്. ഇടുക്കി ഹൈറേഞ്ചിലുള്ള 50 ഏക്കർ റവന്യൂ തരിശുഭൂമി എബ്രഹാമിന് വിൽക്കാൻ മന്ത്രി കുരുവിള ശ്രമിച്ചുവെന്നായിരുന്നു ആരോപണം. ഭൂമി ഇടപാടിനായി എബ്രഹാം മന്ത്രിക്ക് മുൻകൂറായി 7 കോടി രൂപ നൽകുകയും പിന്നീട് ഈ ഇടപാടിൽ സംശയം തോന്നിയതോടെ പണം തിരികെ ചോദിക്കുകയും ചെയ്തു.
എന്നാൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ കുരുവിള തയ്യാറാകാതിരുന്നതോടെ എബ്രഹാം വിഷയം സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവന്നു. പ്രശ്നം അന്വേഷണം നടക്കുകയും അതിനൊടുവിൽ കുരുവിള മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരികയും ചെയ്തു. പിന്നീട് പിണറായി വിജയൻ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയതിന്റെ പേരിലും എബ്രഹാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. 2018 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രവാസികളിൽ നിന്നും സമാഹരിച്ച തുക അർഹതപ്പെട്ടവരിലേക്ക് എത്തിയില്ലെന്നായിരുന്നു എബ്രഹാം സർക്കാരിനെതിരെ ഉയർത്തിയ പരാതി. ആൾതാമസമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾക്ക് പുതിയ നികുതി ചുമത്താൻ കേരള സർക്കാർ 2023 എടുത്ത തീരുമാനത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി എബ്രഹാം രംഗത്തു വന്നിരുന്നു. ഇനി മുതൽ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കുന്നത് താൻ നിർത്തിയെന്നായിരുന്നു എബ്രഹാം പ്രതിഷേധ സ്വരത്തിൽ അന്ന് പ്രഖ്യാപിച്ചത്.